പ്രോബ്ലംസ് ഇല്ലാത്ത ആരും തന്നെ ഉണ്ടാകില്ല. പക്ഷെ ആ പ്രോബ്ലംസിനെ മാത്രം ഫോക്കസ് ചെയ്ത് ജീവിക്കുന്നവരാണോ നമ്മൾ? എങ്കിൽ എനിക്ക് അതിനെക്കുറിച്ചാണ് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ലിസ മെൻപോർച്ചാണ്, മാനിഫെസ്റ്റേഷൻ കോച്ച് ആൻഡ് ഫെങ്ഷു വെൽത്ത് കോച്ച്. എല്ലാ മനുഷ്യർക്കും, എല്ലാ വ്യക്തികളും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ നല്ലതോ ചെറുതോ ചെറുതോ വലുതായിട്ടുള്ള ആയിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാ വ്യക്തികളും ഓരോ ദിവസം ഫേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ നമ്മൾ പ്രോബ്ലങ്ങളെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ എന്നുള്ളതാണ് നമ്മൾ സ്വയം പരിശോധിച്ച് നോക്കേണ്ടത്. ഈ പ്രോബ്ലങ്ങൾ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് അതിനകത്ത് എന്താ കിട്ടുന്നത്? ഒന്നും കിട്ടുന്നില്ല. കുറച്ച് നമുക്ക് ആലോചിക്കാം, നമുക്ക് അതിനെക്കുറിച്ച് വേദനിക്കാം, വിഷമിക്കാം, അങ്ങനെ മുന്നോട്ട് ജീവിതം എങ്ങനെയൊക്കെയോ തള്ളി നീക്കി മുന്നോട്ട് പോകാം. കുറേ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും പകയൊക്കെ ആയിട്ട് നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ സോളിനെ തന്നെ നശിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അത് മാത്രമേ നമുക്ക് ഈ പ്രോബ്ലങ്ങളെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം ലഭിക്കുകയുള്ളൂ. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലംസ് ഒക്കെ നമുക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലായിരിക്കാം, കുടുംബ പ്രശ്നമായിരിക്കാം, പുറത്തുള്ളതായിരിക്കാം, സാമൂഹികമായിട്ടുള്ളതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ജോലി സ്ഥലത്തോ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കോ എവിടെ, അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ടോ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് വരാം. പ്രോബ്ലങ്ങൾ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളതിനെ ഫോക്കസ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് തന്നെ എപ്പോഴും നമ്മുടെ മൈൻഡ് അതിലേക്ക് തന്നെ ശ്രദ്ധ ചെലുത്തുകയാണ്. ആ വ്യക്തിയുടെ മുഖം എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക. അവൻ എന്നാലും എന്നോട് അതങ്ങനെ ചെയ്തല്ലോ, എന്നോടങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ വിചാരിച്ച് എപ്പോഴും ഈ ചിന്ത തന്നെ നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിയുമ്പം നമ്മുടെ ബ്രെയിനിൽ തന്നെ ഒരു ടോക്സിഫിക്കേഷൻ നടക്കുന്നുണ്ട്. പിന്നെ കോർട്ടിസോണൊക്കെ പോലുള്ള ടോക്സിൻ നമ്മുടെ ബ്രെയിനിൽ ആ സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടും. അത് നമ്മുടെ ബോഡിയെ തന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയാതെ പോകുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്തൊക്കെ ഒരു വ്യക്തിയുടെ ശരിക്കുള്ള ആരോഗ്യം എന്ന് പറയുന്നത് തന്നെ ഫിസിക്കലി, മെൻ്റലി, സ്പിരിച്വലി, സോഷ്യലി വെൽബീയിങ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ പരിപൂർണ്ണ ആരോഗ്യമുള്ളവരെന്ന് പറയുക. ഇതിലേതെങ്കിലും ഒരു മേഖലയിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് പരിപൂർണ്ണ ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പം ഈ 4 മേഖലകളിൽ നമ്മുടെ ആരോഗ്യം നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഈ പ്രോബ്ലങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം നമുക്ക് ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളൊന്നും നമ്മളെ നോക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. അങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ, അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ആരോഗ്യം രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം കടമയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കുന്നതിന് പകരം ഈ നെഗറ്റീവ് ചിന്തകളും ഈ പ്രോബ്ലംസിലേക്കൊക്കെ ഫോക്കസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ കെമിക്കലുകൾ, ഈ വിഷാംശങ്ങൾ നമ്മുടെ ബോഡിയിലെ തന്നെ എത്രമാത്രം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടി തന്നെ നമുക്ക് ഒരുപാട് വിഷാംശങ്ങൾ നമ്മുടെ ഉള്ളിലെത്തി അത് നമ്മുടെ കിഡ്നിയും കരളും അതിനെ ക്ലീൻ ചെയ്ത് എക്സസ് വരുന്നതിനൊക്കെ കിഡ്നി എടുത്ത് വെളിയിൽ കളഞ്ഞ് ബാക്കിയെല്ലാം കരളൊക്കെ വലിച്ചെടുത്ത് എന്നിട്ടും നമുക്ക് പിന്നെയും ഈ വിഷാംശം അവിടെ ബാക്കി നിൽക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് നമ്മുടെ ചിന്തകളിലൂടെ കിട്ടുന്ന ഈ ടോക്സിക് ചിന്തകളിലൂടെ കിട്ടുന്ന ഈ ടോക്സിക്കും കൂടി ആയി കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മൾ 60 വയസ്സിലേക്ക് നമ്മളൊരു വാർദ്ധക്യത്തിലേക്ക് പോകാൻ തുടങ്ങുന്ന സ്റ്റാർട്ടിങ് പീരീഡ് ആണെങ്കിൽ നമ്മൾ 40 വയസ്സാകുമ്പോൾ തന്നെ നമ്മൾ രോഗിയായിരിക്കാം. നമ്മൾ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, മാനസിക പ്രശ്നങ്ങൾ, ദേഷ്യം, പിന്നെ എല്ലാത്തിനോടും ഒരു വെറുപ്പ്, വിരക്തി, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ഡോക്ടർ പറയും, കുറേ പരിശോധിച്ചിട്ടും കുറേ മരുന്നൊക്കെ മേടിച്ചും ഡോക്ടർ പറയും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഡോക്ടർ നമുക്ക് കുറച്ച് പിന്നെ വൈറ്റമിൻ ഗുളികയൊക്കെ തന്നുവിടും. മറ്റേ ഗുളികയൊന്നും നമുക്ക് തരാൻ പാടില്ല, നമുക്കറിയില്ല എന്ന് വെച്ചാൽ അങ്ങനത്തെ കുറേ വൈറ്റമിൻ ഗുളികളൊക്കെ തന്നുവിടും, നമ്മളെ പറഞ്ഞു കൊടുക്കും. എവിടെ പോയാലും നമുക്ക് ഉറക്കം കിട്ടത്തില്ല. ഇങ്ങനെയുള്ള പല മാനസിക പ്രശ്നങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അത് ഈ പ്രോബ്ലങ്ങളെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ്. കഴിവും നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇറ്റ്സ് ഓക്കെ, അത് നാച്ചുറൽ അതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മൾ അതിലേക്ക് തന്നെ മൈൻഡ് ഇങ്ങനെ പോകാതെ മൈൻഡിന് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വിടുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ എത്രയോ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇങ്ങനത്തെ ഒരു ചിന്ത നമ്മളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡിനെ ആ നല്ല ചിന്തകളിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്യണം. ബോധപൂർവം, മനഃപൂർവ്വം തന്നെ നമ്മൾ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി പഠിച്ചിരിക്കണം. അപ്പം അതിനൊന്നും നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഇതുപോലത്തെ ഒരു വെൽനസ് കോച്ചിനെയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലൈഫ് കോച്ചിനെ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. അല്ലെങ്കിൽ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ,
നമ്മൾ ഈ ലോകത്തിൽ വന്നിരിക്കുന്നത് സന്തോഷം സമാധാനത്തോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പ്രപഞ്ചം ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അതിനുള്ള സാധന സാമഗ്രികളും പിന്നെ സമ്പത്തും നമുക്ക് ആരോഗ്യവും ബുദ്ധി എല്ലാം പ്രപഞ്ചം നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ അലസത കൊണ്ടും നമ്മുടെ ചിന്തയില്ലായ്മ കൊണ്ടും നമ്മൾ വരുത്തി വെക്കുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ. അപ്പം നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ, നമ്മുടെ മൈൻഡിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു പകുതി ആശ്വാസം കിട്ടും. ഈ മറ്റുള്ളവരുടെ പുറകെയും മറ്റു കാര്യങ്ങളുടെ പുറകെ ഒന്നും നമ്മൾ പോകാതിരിക്കും. അപ്പം അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമുക്കറിയാവുന്ന എപ്പോഴെങ്കിലും ഒക്കെ അറിയാവുന്ന പ്രാർത്ഥനകളോ അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈ നല്ല അഫർമേഷനുകളോ ഒക്കെ ചാൻഡ് ചെയ്ത് നമ്മൾ നടക്കുകയാണെങ്കിൽ അധികം ചിന്തകളൊന്നും നമ്മുടെ മനസ്സിലേക്ക് കയറി വരത്തില്ല. അതിൽ നമുക്കൊരു സമാധാനവും നമുക്ക് കിട്ടും. അപ്പം നമുക്ക് ഈ പ്രോബ്ലമിലേക്ക് ഫോഴ്സ് ചെയ്യാതെ, അതിപ്പം ഓഫീസിലൊരു പ്രോബ്ലം ഉണ്ടായി, ആ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ദൈവം ബുദ്ധി തന്നിട്ടുണ്ട്. നമ്മുടെ ബോധ മനസ്സിൽ ബുദ്ധി വർക്കൗട്ട് ചെയ്തിട്ട് ആ പ്രോബ്ലം എങ്ങനെ പരിഹരിക്കണമെന്ന് നമ്മളെ കൂട്ടുകാരോടോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോടോ അല്ലെങ്കിൽ കൊളീഗ്സിനോടോ ഒക്കെ ചോദിച്ച് നമ്മളത് ബുദ്ധി കൊണ്ടത് പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ തന്നെ ആ പ്രോബ്ലം നമുക്ക് ഉണ്ടാക്കി തന്നത് ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം. ആ വ്യക്തിയെ തെറി പറയുകയോ കുറ്റം പറയുകയോ ഒന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ആ പ്രശ്നത്തെ നമ്മൾ എങ്ങനെയെങ്കിലും പരിഹരിച്ച് നമ്മുടെ സന്തോഷം അവരുടെ കയ്യിൽ കൊടുക്കരുത്. നമ്മുടെ സന്തോഷം നമ്മളാണ് കണ്ടെത്തേണ്ടത്, നമ്മളാണ് അത് അനുഭവിക്കുന്നത്. അപ്പം മറ്റുള്ളവർ നമ്മൾക്ക് നമ്മുടെ സന്തോഷം കെടുത്താൻ വേണ്ടിയിട്ടായിരിക്കാം, അവർ ബോധപൂർവ്വം അല്ലാതെ നമ്മുടെ സന്തോഷം കെടുത്താൻ വേണ്ടിയായിരിക്കും അവരങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്താൽ പോലും നമ്മുടെ സന്തോഷം നിലനിർത്തേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അപ്പം അതുപോലത്തെ പ്രശ്നങ്ങൾ വന്നു വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് പോയി ഫോക്കസ് ചെയ്യുന്നതിന് പകരം നമുക്ക് എപ്പോഴെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് നമ്മുടെ ചിന്തയെ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വിടുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതുപോലെ വീട്ടിലാണെങ്കിലും ഫാമിലി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ പോലും നമുക്ക് എപ്പോഴെങ്കിലും കിട്ടിയ നല്ല കാര്യങ്ങളിലേക്ക് നമ്മൾ ബോധപൂർവം നമ്മുടെ ചിന്തയെ മാറ്റി കളഞ്ഞുകൊണ്ട് നമ്മൾ ഈ പ്രോബ്ലംസിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കുക. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പിന്നെ നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ മൈൻഡ്, നമ്മുടെ ഈ ബോഡിയിൽ ഈ മനസ്സും ശരീരവും എന്ന് പറയുന്നത് സ്ഥൂലമായ ശരീരവും പിന്നെ സൂക്ഷ്മമായ നമ്മുടെ മനസ്സും കൂടി ചേർന്നതാണ് ഈ നമ്മുടെ ബോഡി, ശരീരം എന്ന് പറയുന്നത്. ശരീരത്തിനുള്ളിലാണ് ഈ മനസ്സിരിക്കുന്നത്. ആ മനസ്സിന് തന്നെ പല തലങ്ങളുണ്ട്. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, ക്രിട്ടിക്കൽ മൈൻഡ്, അങ്ങനെ അൺകോൺഷ്യസ് മൈൻഡ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ പല പല തലങ്ങളൊക്കെ ഉണ്ട്. അതിൽ കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് മെയിനായിട്ടുള്ളത്. അതിൽ ഈ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ 10% വരത്തുള്ളൂ ബോധമനസ്സ്. അതിനകത്താണ് ബുദ്ധി പ്രവർത്തിക്കുന്നു, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അതിന് ബുദ്ധിയൊന്നും ഇല്ലാത്ത കാര്യമാണ്. അത് ഇന്നറാണ്, അതിനറിയത്തില്ല. അതിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യം മാത്രമേ അതിനെ അറിയത്തുള്ളൂ. അപ്പം നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മുടെ ബോധ മനസ്സാണ് ഉറങ്ങിപ്പോകുന്നത്. 10% ഈ ബോധ മനസ്സ് ഉറങ്ങിപ്പോകുന്ന സമയത്ത് ഈ 90% ഉപബോധ മനസ്സ്, അതായത് നമ്മുടെ ദൈവത്തിൻ്റെ അംശമാണ്, നമ്മുടെ ആത്മാവ് സോളെന്നൊക്കെ നമ്മൾ പറയും. ഈ 90% ഈ ഉപബോധ മനസ്സ് ഉണർന്നിരിക്കുന്നുണ്ടാകും. അപ്പം നമ്മൾക്ക് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്കിപ്പോൾ വെളിയിലേക്ക് എവിടെയെങ്കിലും വെളുപ്പിന് 3 മണിക്ക് യാത്ര പോകാനുണ്ട്. അപ്പം നമ്മൾ അലാറമൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് പോകണമെന്ന് നമ്മുടെ മൈൻഡിനെ പറഞ്ഞ് ഉറപ്പിച്ചു. അത് ഇമോഷനും ഇമേജോടും കൂടി നമ്മുടെ മനസ്സിലേക്ക് വന്ന് അതിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അത് സബ് കോൺഷ്യസ് മൈൻഡിൽ ആഡാകും. അങ്ങനെ ആഡായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോധ മനസ്സിൽ നമ്മൾ ഒരു അലാറമൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ ഉറങ്ങാൻ കിടന്നു. കറക്റ്റ് 3 മണിയാകുമ്പോൾ നമ്മുടെ അലാറം ബെല്ലടിക്കും. പക്ഷേ 3 മണിക്ക് 5-10 മിനിറ്റ് ഉള്ളപ്പം നമ്മൾ കണ്ണ് തുറന്നിരിക്കും. അത് പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും. കണ്ണ് തുറന്നിരിക്കും. നമ്മളെ ആരോ തട്ടി വിളിക്കുമ്പോൾ നമ്മൾ എഴുന്നേക്കും. അത് നമ്മളെ ഉണർത്തുന്ന ആളാണ് നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ആൾ. ഇത് പ്രപഞ്ചത്തിൻ്റെ ദൈവത്തിൻ്റെ ആ ശക്തിയുടെ ഒരു അംശമായതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് ഇത് സകല കാര്യങ്ങളും റിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ ബോഡി റിപ്പയർ ചെയ്യുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് പറയുന്നത് നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും നിങ്ങൾ കിടന്നുറങ്ങണമെന്ന്. കാരണം കേടായിപ്പോയ സെല്ലുകളെയൊക്കെ കോശങ്ങളെയൊക്കെ റിമൂവ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന പരിപാടി ആ സമയത്താണ്. ആ സമയത്ത് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ എന്താണോ നമ്മൾ ഫോക്കസ് ചെയ്ത കാര്യം, നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിച്ച് കിടന്ന കാര്യം എന്താണോ അത് യൂണിവേഴ്സിലേക്ക് സബ് കോൺഷ്യസ് മൈൻഡ് വഴി നമ്മുടെ യൂണിവേഴ്സിലേക്ക് എത്തും. അത് തന്നെ പിറ്റേ ദിവസം നേരം വിളിക്കുമ്പോൾ അത് തന്നെ നമ്മിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. അതാണ് ചിലർക്ക് ഒരു പ്രശ്നം ഉണ്ടായി,
പ്രശ്നം ഉണ്ടായി അത് ഒരു വിധത്തിൽ തീർത്ത് കഴിയുമ്പോൾ അടുത്ത പ്രശ്നം വരും, അത് തീർത്ത് കഴിയുമ്പോൾ വേറൊരു പ്രശ്നം വരും. നിരന്തരം ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത് ഇവർ ഈ പ്രശ്നങ്ങളെ മാത്രം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യാതെ നമുക്ക് എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിൽ അതിലേക്കും കൂടി ഒന്ന് ശ്രദ്ധ തിരിക്കൂ. അങ്ങനെ ശ്രദ്ധ തിരിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ നമ്മുടെ ഈ പ്രശ്നത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ആഴം അതൊരു ഇച്ചിരി കുറഞ്ഞു കിട്ടുന്ന പോലെ നമുക്ക് തോന്നും, അതിൻ്റെ വ്യാപ്തി ഇച്ചിരി കുറയുന്നത് പോലെ നമുക്ക് തോന്നും. അങ്ങനെ കുറഞ്ഞ് നമ്മളങ്ങനെ മൈൻഡിനെ നമ്മളൊന്ന് റീപ്രോഗ്രാം ചെയ്തെടുത്തെടുത്ത് ഇതുപോലത്തെ പ്രോബ്ലങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാതെ നമുക്ക് കിട്ടിയ ഏതെങ്കിലും നല്ല കാര്യങ്ങളിലേക്ക് നമ്മളിങ്ങനെ ശ്രദ്ധ തിരിച്ചു കഴിയുമ്പോഴത്തേക്കും മെല്ലെ അത് നമ്മളിൽ നിന്ന് അകന്നങ്ങ് പോകും. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് പിന്നീട് നമുക്ക് എന്നാ ചോദിച്ചാൽ ഡിപ്രഷനും സ്ട്രെസ്സും ടെൻഷനും ആങ്സൈറ്റി ഒക്കെ ആയിട്ട് വർദ്ധിച്ചു വന്നിട്ട് നമ്മൾ ചിലപ്പം വല്ല സൈക്കോളജിസ്റ്റിനൊക്കെ പോലും കാണേണ്ട ഒരവസ്ഥയിലേക്ക് പോലും എത്തും. അപ്പം അതുകൊണ്ട് ഈ പ്രോബ്ലങ്ങളിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധ തിരിക്കാതിരിക്കുക. പ്രോബ്ലങ്ങൾ ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കും അതിനെ ബോധപൂർവം ആ പ്രോബ്ലങ്ങളായിട്ട് കയറി വരുന്ന ചിന്തനെ നമ്മളങ്ങോട്ട് കളഞ്ഞിട്ട് നമുക്ക് കിട്ടിയ ഏതെങ്കിലും നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം നമുക്ക് നമ്മുടെ ടെൻഷനും സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ നമുക്ക് ഇച്ചിരി കുറഞ്ഞു കിട്ടും. അത് സാമ്പത്തികമായിരിക്കാം, മറ്റെന്തു കാര്യങ്ങളായിരിക്കാം. അതിനുശേഷം നമ്മുടെ ബുദ്ധി നമ്മൾ ഉപയോഗിക്കുക. ബോധ മനസ്സിലെ ബുദ്ധി അതിനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ പ്രശ്നത്തിന് എങ്ങനെയാണ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് പരിഹാരം ഉണ്ടാക്കുന്നത് നമ്മൾ ബോധപൂർവ്വം ചിന്തിച്ചുകൊണ്ട് അതിനുള്ള വഴികൾ ആരായുമാണ് ചെയ്യേണ്ടത്, അല്ല ഫോക്കസിലേക്ക് മാത്രം ചിന്തിക്കുകയല്ല ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഈ ചിലർക്ക് എത്ര പ്രശ്നം തീർത്താലും പിന്നെ അത് തന്നെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരിക്കലും നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഒരിക്കലും ഇത് ചിന്തിക്കാൻ പാടില്ല. ഉണർന്ന് എണീറ്റ് കഴിഞ്ഞാലും നമ്മൾ ആ പ്രപഞ്ചത്തോട് ദൈവത്തോട് നന്ദി പറഞ്ഞിട്ട് വേണം നമ്മൾ കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ പ്രശ്നത്തെ അങ്ങനെയാണ് നമ്മൾ അതിനെ മെല്ലെ നമ്മുടെ ലൈഫിൽ നിന്ന് തന്നെ അങ്ങ് എടുത്തു മാറ്റുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ ഓർക്കുക, അറിവെന്ന് പറയുന്നത് പ്രകാശമാണ്. പ്രകാശം എപ്പോഴും നമ്മുടെ അറിവില്ലായ്മ അന്ധകാരത്തിൽ നീക്കിക്കളയും. അപ്പോൾ അറിവില്ലായ്മയുടെ അന്ധകാരം എല്ലാ ഹൃദയങ്ങളിലും നീങ്ങിപ്പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ എന്നെ നയിക്കുന്നുണ്ട് യൂണിവേഴ്സിന് താങ്ക് യു യൂണിവേഴ്സ് ഗൈഡൻസ് ഫോർ മീ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.